നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. സൂര്യ, ആന്റി പറഞ്ഞത് കേട്ട് നീ വെറുതെ ടെൻഷൻ ആവണ്ട. ജീവിതം കൈവിട്ടു പോകുമെന്ന ഭയോ ആന്റിയുടെ മനസ്സിലിപ്പോ. അല്ലെങ്കിൽ തന്നെ എന്നോടോ സൂര്യയോടോ ആലോചിച്ചിട്ടാണോ ആന്റി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളാണ് സൂര്യ വലുത്. ഇപ്പോഴത്തെ അവസ്ഥയില് ആന്റിയെ കുറ്റപ്പെടുത്താനും പറ്റില്ല. ഭാവനയും ആന്റിയും നമ്മളോട് രണ്ടുപേരോടും ആലോചിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇതെന്താ കുട്ടിക്കളിയാണോ? ഞാൻ പറയുന്നത് ഇപ്പൊ ഇതേക്കുറിച്ച് ആന്റിയോടൊന്നും പ്രതികരിക്കാൻ പോവണ്ട. മരിച്ചു പോവെന്ന് തോന്നല ആന്റിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. ഞാനിവിടെ എന്താ മനസ്സ് ചെയ്യേണ്ടത്? ആരുടെ ഭാഗത്താണ് നിൽക്കേണ്ടത്? പരീക്ഷിക്കപ്പെടാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവനായി പോയല്ലോ ഞാൻ. ഭാവനയെ ഞാൻ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും ഒപ്പം കൂട്ടിയതുമല്ല ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും മനസ്സിലിട്ടോണ്ടാ. പക്ഷേ ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നേരെ വിപരീതമാ. സത്യം പറഞ്ഞ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാവരുടെ ജീവിതത്തിലും ഇതുപോലുള്ള പല പരീക്ഷണങ്ങളും ഉണ്ടാവും സൂര്യ. അതൊക്കെ നമ്മൾ തരണം ചെയ്തേ മതിയാവും. ചില സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും ആർക്കും ഇത് മനസ്സിലാവില്ല. ഭാവനയെ ഞാൻ ലീഗലായിട്ട് കല്യാണം കഴിക്കാത്തോണ്ടല്ലേ അവളും ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഇവരൊക്കെ എന്താ എന്റെ മനസ്സ് കാണാതെ പോകുന്നത്? അമ്മയുടെ ആഗ്രഹം ഞാൻ ഒരിക്കലും തള്ളിക്കളയുന്നില്ല എന്ന് കരുതി ഞാൻ താലികെട്ടിയ പെണ്ണിനെ വലിച്ചെറിയണോ? അതിനിവിടെ സൂര്യയോട് ആരെങ്കിലും പറഞ്ഞോ ഭാവനയെ വലിച്ചെറിയാൻ? ഭാവനയല്ലേ സൂര്യയോടും ആന്റിയോടും നമ്മുടെ കാര്യം പറഞ്ഞത്. ഒരു പുരുഷനെ മനസ്സിലാക്കാൻ സ്ത്രീക്ക് കഴിയണം. എങ്കിലേ അവരുടെ ജീവിതം പൂർണ്ണമാകൂ. ഇവിടെ ഭാവനയ്ക്ക് എന്താ സംഭവിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അവളുടെ മനസ്സിൽ വേറെന്തൊക്കെയുണ്ട് മനസ്സ. പക്ഷെ അതെന്താണെന്ന് അവൾ പറയുന്നില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. അത് മറ്റൊന്നുമല്ല സൂര്യ. അവൾ അവളെക്കാളും സൂര്യയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആ ജോത്സൻ പറഞ്ഞത് വിശ്വസിച്ച് അവളെ സൂര്യയെ ഒഴിവാക്കാൻ നോക്കുന്നത്. അവള് കാരണം സൂര്യയ്ക്ക് ഒരു ആപത്തും വരാൻ അവൾ അനുവദിക്കില്ല. ഒന്നുകൂടി ഭാവനയോട് സൂര്യ സംസാരിക്കണം. ആന്റിയോട് സംസാരിക്കാൻ ഭാവനയോടും പറയണം. ഭാവന തന്നെ ഇതിന് നല്ലൊരു തീർപ്പുണ്ടാക്കുന്നതാ നല്ലത്. അവളുടെ സ്വഭാവം എനിക്കല്ലേ അറിയും മനസ്സ. അമ്മ ഇപ്പൊ ഇങ്ങനൊരു അവസ്ഥയിലായതുകൊണ്ട് അവൾ ഒരിക്കലും പറഞ്ഞ വാക്ക് മാറ്റി പറയില്ല. അങ്ങനെ സംഭവിക്കണമെങ്കിൽ അവൾ വീൽ ചെയറിൽ നിന്ന് എണീക്കണം. വിഷുദിനത്തിൽ സംഭവിച്ചതുപോലെ എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കണം. സത്യം പറഞ്ഞ അമ്മയുടെ അസുഖം ഇത്രത്തോളം സീരിയസ് ആണെന്ന് ഇന്നാ എനിക്കും അച്ഛനും ബോധ്യമായത്. അതുവരെ അമ്മ പറയുന്നത് മാത്രമല്ല അറിയാറുന്നുള്ളൂ. ആന്റി ഇതുവരെ പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു എന്ന് സൂര്യ അങ്കിളും അറിഞ്ഞിരുന്നെങ്കിലോ? മനസ്സ്, സത്യം പറഞ്ഞ എനിക്കിപ്പോ മനസ്സ് തുറന്ന് സംസാരിക്കാൻ താൻ മാത്രമേ ഉള്ളൂ. അത്രമാത്രം ഞാനിവിടെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. അച്ഛനാണെങ്കിൽ എന്ത് പറ്റിയെന്നറിയില്ല. എന്തൊക്കെയോ മനസ്സിൽ വെച്ചാൽ നടക്കുന്നത്. ഒന്നും വിട്ടു പറയുന്നുമില്ല. അങ്കിളുടെ മനസ്സിൽ ആന്റിയെ കുറിച്ചുള്ള ചിന്തകളായിരിക്കും. ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ചല്ലേ. പെട്ടെന്നൊരാൾക്ക് ഇതുപോലൊരു അസുഖം കേൾക്കുമ്പോ ആരായാലും തകർന്നു പോവും. ഒരു വീടിന്റെ നിലവിളക്ക ആ വീട്ടിലെ വീട്ടമ്മ. ഇവിടെ ആന്റിയാ ആ സ്ഥാനത്തുള്ളത്. പെട്ടെന്നൊരു ദിവസം സ്ഥിതിഗതികൾ മാറുമ്പോ ആരായാലും ഒന്ന് പകച്ചു പോവും. ഇവിടെ ഇപ്പോ അതാ സംഭവിച്ചേ. അതൊക്കെ ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റണം. എന്റെ മനസ്സിൽ ഇപ്പൊ അമ്മയുടെ അസുഖത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ മനസ്സ. ഓപ്പറേഷൻ റിസ്ക് ആണെന്ന് ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയില്ല. അതിന്റെ കൂടെയാ അമ്മ നമ്മുടെ കല്യാണത്തെ കാര്യത്തിന് നിർബന്ധം പിടിക്കുന്നത്. ഞാൻ പറയുന്നത് ആന്റിയെ നമുക്ക് ഏതെങ്കിലും പ്രകൃതി ചികിത്സയിലേക്ക് കൊണ്ടുപോയാലോ? ഇതുപോലുള്ള ധാരാളം പേഷ്യൻസ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ചരിത്രമുണ്ട്. ഞാനും അതേക്കുറിച്ച് ആലോചിച്ചത്. സൂര്യപ്രഭയിലെ സ്വാമിജിയോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാന്നുണ്ട്. ഞാനത് അച്ഛനോട് പറയാനിരിക്കുക. അത് നല്ലൊരു ഓപ്ഷനാ.
അല്ല, അന്നത്തെ ഇൻസിഡന്റിന് ശേഷം സൂര്യ സ്വാമിജിയെ കോണ്ടാക്ട് ചെയ്തിരുന്നോ? വിളിച്ചിരുന്നു. ആ ലേഡിയെ കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല. പിന്നെ അധികം പബ്ലിസിറ്റി വേണ്ടെന്ന് വെച്ചത് ആ സ്ഥാപനത്തിന്റെ പേര് പോണ്ടാന്ന് കരുതിയ. എന്തായാലും ഇപ്പോഴും അന്വേഷണം നടക്കുന്നുണ്ട്. അവളെന്തായാലും കുടുങ്ങാതിരിക്കില്ല. വന്ന ശത്രു ആരാണെങ്കിലും അത് ഭാവനയെ തേടിയാണല്ലോ വന്നത്. അതുകൊണ്ട് സൂര്യപ്രഭയെക്കുറിച്ച് കംപ്ലൈന്റ് ചെയ്തിട്ടും കാര്യമില്ല. എവിടെ വേണമെങ്കിലും അമ്മയെ കൊണ്ടുപോവാം. അമ്മയ്ക്കൊന്നും സംഭവിക്കാതിരുന്നാ മതി. സൂര്യ ധൈര്യമായിട്ടിരിക്കെ. ആന്റിയുടെ മനോധൈര്യം ആന്റിയെ രക്ഷിക്കും. നമ്മൾ ഒപ്പം നിന്നാ മാത്രം മതി. പിന്നെ നമ്മുടെ വിവാഹത്തിനെ കുറിച്ചുള്ള ആന്റിയുടെ കാഴ്ചപ്പാടിനോട് എനിക്കും യോജിക്കാനാവില്ല. അതിന്റെ പേരില് സൂര്യ ടെൻഷൻ അടിക്കണ്ട. സൂര്യയുടെ സന്തോഷമാണ് ഇവിടെ പ്രധാനം. അതെന്തായാലും ഞാനും ഒപ്പം കാണും. എനിക്കതേ പറയാനുള്ളൂ. നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ചിന്തിക്കൂ. അവിടെ മറ്റൊന്നും അവര് നോക്കില്ല. നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണെന്നോ ആഗ്രഹങ്ങൾ എന്താണെന്നോ ഒന്നും ചിന്തിക്കില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. വെറുതെ മൂഡ് ഔട്ട് ആയിട്ടിരിക്കാതെ എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. ഓക്കെ? ഇത് വല്ലാത്തൊരു വിധിയായിപ്പോയല്ലോ ജയേട്ടാ. കള്ളം പറഞ്ഞതൊക്കെ ഇപ്പൊ സത്യമായില്ലേ? ഇതാ അറിവുള്ളവര് പറയുന്നത്. ഇല്ലാത്ത അസുഖം ഉണ്ടെന്ന് പറയരുതെന്ന്. അയ്യോ, എന്നാൽ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏട്ടാ. ഇനി ജയയുടെ അങ്ങോട്ടുള്ള ജീവിതം എങ്ങനെയാവും? ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇവിടെ ഇപ്പൊ ആർക്കും ഒന്നും ചെയ്യാനില്ലല്ലോ. അനുഭവിക്കാനുള്ളത് അനുഭവിച്ചല്ലേ പറ്റൂ. ഇതവിടെ മോശം സമയമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ചൂടിൽ തന്നെ സൂര്യയുടെ മോളുടെ വിവാഹം നടത്തണം. അജയേട്ടൻ തന്നെ ജയയോടും ദേവനോടും സംസാരിക്കണം. എടി, നീ ഒന്ന് സമാധാനപ്പെട്. ആദ്യം ഇപ്പോഴത്തെ ഷോക്കിൽ നിന്ന് ജയ ഒന്ന് മോചിതയാവട്ടെ. ജയയുടെ നാവിൽ നിന്ന് തന്നെ അല്പം മുമ്പ് വിവാഹകാര്യം വന്നില്ലേ? അതുകൊണ്ട് ഇക്കാര്യത്തിൽ നമുക്ക് യാതൊരു ടെൻഷനും വേണ്ട. മനുഷ്യന്റെ കാര്യമല്ലേ അജയേട്ടാ. എപ്പോഴാണ് മനസ്സ് മാറുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ കള്ളം പറഞ്ഞ രോഗം യഥാർത്ഥമായി എന്നറിഞ്ഞപ്പോ വയലന്റ് ആയില്ലേ ജയ? അതുകൊണ്ടാ ഈ ചൂടിൽ തന്നെ കല്യാണം നടത്തണമെന്ന് ഞാൻ പറയുന്നത്. എന്തായാലും ജയ പറഞ്ഞ വാക്കിൽ നിന്ന് പിന്മാറില്ല. കുറച്ചുകൂടെ കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് വരാനുണ്ട്. സൗകര്യം പോലെ നമുക്ക് സംസാരിക്കാം. അയ്യോ, അതെ, എനിക്കെന്തോ മനസ്സിനൊരു പേടി പോലെ. ഒടുവില് നമ്മള് കണക്ക് കൂട്ടിയതൊക്കെ വെറുതെ ആവൂ? എടി, വെറുതെ നീ ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിക്കല്ലേ. സൂര്യയുടെ മോളുടെ വിവാഹം നടത്താനും ഭാവനയിൽ നിന്ന് സൂര്യയെ രക്ഷിക്കാനും വേണ്ടിയല്ലേ നമ്മൾ ഇങ്ങനൊരു നാടകം കളിച്ചത്. ജയയുടെ ആഗ്രഹം പോലെ തന്നെ ഭാവനയെ കൊണ്ട് സൂര്യയോട് പറയിപ്പിച്ചില്ലേ മാനസ മോളെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന്. പിന്നെ എന്താടി? പക്ഷെ സൂര്യ ഇപ്പോഴും സമ്മതിച്ചിട്ടില്ലല്ലോ. ഓരോരുത്തർ ഇങ്ങനെ വാക്കുമാറ്റി പറഞ്ഞുകൊണ്ടിരുന്നാ മതിയോ? എല്ലാം ശരിയാകും. നീ നോക്കിക്കോ, നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കും. അതിനുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മോളെ, നിന്റെ മുഖം എന്താ മോളെ വല്ലാതിരിക്കുന്നേ? ഞാനിപ്പോ സൂര്യ കണ്ടിട്ടാ അമ്മ വരുന്നത്. സൂര്യ ആകെ മൂഡൌട്ടില്ല. നേരെ മണ്ണ ഒന്ന് സംസാരിക്കുന്ന പോലും ഇല്ല. അമ്മയുടെ അസുഖം പെട്ടെന്നൊരു മോന് താങ്ങാൻ പറ്റില്ല മോളെ. മാത്രമല്ല, ജയെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അവക്കിഷ്ടമായിട്ടുമില്ല. ആ ഒരു കുറ്റബോധവും കാണും. എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ അത്ര പെട്ടെന്നൊന്നും കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ സൂര്യയുടെ മനസ്സില് ആന്റിയെ രക്ഷിക്കണമെന്ന ഒറ്റ ചിന്തയേ ഉള്ളൂ. അപ്പൊ ഉടനെ ഒന്നും കല്യാണം നടക്കില്ലെന്നാണോ നീ പറയുന്നത്? അങ്ങനെയല്ലമ്മേ. ആന്റിയുടെ അസുഖം നിസ്സാരമല്ലെന്ന് അറിയാലോ. ഇനി വേണ്ടത് കൃത്യമായ പരിചരണോ. സർജറി ചെയ്യാത്ത സ്ഥിതിക്ക് മെഡിസിനിലാണ് അഭയം. എന്റെ അഭിപ്രായത്തില് കല്യാണത്തിന്റെ വിഷയം നമ്മൾ സംസാരിക്കാതിരിക്കുന്നതാണ് ബുദ്ധി.